PCOS അനുഭവിക്കുന്നവർക്ക് അറിയാം, അവർ എന്തൊരു ലക്ഷണം പറഞ്ഞാലും ഡോക്ടേഴ്സ് പറയാറുണ്ട് അത് ഹോർമോണിന്റെ ഇംബാലൻസ് ആണ്. അതുകൊണ്ട് ഏതൊക്കെ ലക്ഷണങ്ങൾ ഏതൊക്കെ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് വരും എന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. നിങ്ങളിൽ ഉറക്കം വളരെ കുറവാണെങ്കിൽ അത് ഇൻസുലിന്റെ പ്രശ്നം കൊണ്ട് വരുന്നതാ. അതുപോലെ സെക്ഷൽ ഡിസയർ, ലൈംഗികമായിട്ടുള്ള താല്പര്യക്കുറവ് വരുമ്പോൾ അവിടെ ഈസ്ട്രോജന്റെ അളവ് കുറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഭയങ്കരമായിട്ട് ആങ്സൈറ്റി, പേടി, ഉത്കണ്ഠയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കോർട്ടിസോളിന്റെ അളവ് കൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സഹിക്കാൻ പറ്റാത്തൊരു വിശപ്പ്, ഭയങ്കരമായിട്ട് ഭക്ഷണത്തിനോട് ഡിസയർ വരുമ്പോൾ അവിടെ ഇൻസുലിന്റെ പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മുഖമൊക്കെ ഭയങ്കര ഫ്ലഷ് ആയിട്ട് ഭയങ്കര വീർത്ത് നിൽക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അവിടെയും കോർട്ടിസോൾ ആണ് പ്രശ്നക്കാരൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻസുലിൻ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പൊണ്ണത്തടി, അമിതമായിട്ടുള്ള ശരീരഭാരം കുറക്കാനായിട്ട് കഴിയാത്തത്. അതുപോലെ ഇൻസുലിനും മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണും നമ്മുടെ ബ്ലഡിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്ന സമയത്താണ് അരക്കെട്ടിന് ചുറ്റും കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻ കാണുന്നത്. ഇനി മുഖത്ത് ഭയങ്കരമായിട്ട് രോമ വളർച്ച, മുഖക്കുരു, ഇതൊക്കെ മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ്. ഇങ്ങനെ നമ്മുടെ ലക്ഷണങ്ങൾ ഏത് ഹോർമോണിന്റെ പ്രശ്നം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.